ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സേരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സേരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സേരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സേരിയ ഓൺലൈൻ. STD1 ഇന്റഗ്രേഷൻ ഡേ 1 എക്സാം ആയിരുന്നു അല്ലേ? ക്ലാസ് 1 ഇന്റഗ്രേഷൻ ഡേ 1 എക്സാം ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാഴ്ചകളാണ് അല്ലേ? കാഴ്ചകൾ എന്തായിരുന്നു? ആദ്യം നിങ്ങളോടൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സ്റ്റോറി? ആരൊക്കെയാ യാത്രയ്ക്ക് പോയത്? ആരൊക്കെയാ മുത്തശ്ശിയുടെ വീട്ടിലേക്ക്? നിഹാലും നിഹാരയും അല്ലേ? നിഹാലും നിഹാരയും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് യാത്ര പോയ എന്തിലാ പോയത്? തീവണ്ടിയിലാണ് പോയത്. തീവണ്ടിയിൽ പോകുന്ന വഴിക്ക് അവർ ഒത്തിരി കാഴ്ചകൾ കണ്ടു. ഇത് നോക്കി, അവർ കണ്ട കാഴ്ചകളുടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിറം നൽകണം. അവർ കണ്ട കാഴ്ചകൾ എഴുതണം. 4 വാക്യങ്ങളെങ്കിലും തെറ്റുകൂടാതെ എഴുതിയാൽ മാത്രമേ ഫുൾ മാർക്സ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ തെറ്റ് വന്നാൽ മാർക്ക് കുറയും. 4 സെന്റൻസ് എങ്കിലും കുറഞ്ഞത് എഴുതണം. ഇവിടെ എന്തൊക്കെ കാണുന്നു? നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്? കുട്ടികൾ പന്ത് കളിക്കുന്നു, പക്ഷികൾ ആകാശത്ത് കൂട്ടമായി പറക്കുന്നു, ഇവിടെ സ്ത്രീകൾ നെല്ല് നടുന്നു, പാടത്ത് കൃഷി ചെയ്യുന്നു, മല കാണുന്നു, മരങ്ങൾ കാണുന്നു, പശു പുല്ല് മേയുന്നു, വഴിയരികിൽ ചെടികൾ കാണുന്നു. ഇങ്ങനെ ഒത്തിരി കാഴ്ചകൾ കാണുന്നുണ്ട് അല്ലേ? ഇത് നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? പാടത്തിനടുത്തുള്ള മൈതാനത്ത് 2 ആൺകുട്ടികൾ പന്ത് കളിക്കുന്നു. പാടത്ത് സ്ത്രീകൾ നെല്ല് നടുന്നു. ആകാശത്ത് പക്ഷികൾ പറക്കുന്നു. പാടത്തിന് സമീപം ഒരു പശു പുല്ല് തിന്നുന്നു. ദൂരെയായി വലിയ മലകളും കുന്നുകളും തെങ്ങുകളും കാണാം. വഴിയരികിൽ മനോഹരമായ പൂക്കളും ചെറിയ ചെടികളും നിൽക്കുന്നു. ഇതുപോലെ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ. നിങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങളുടെ സെന്റൻസിൽ എഴുതണം. അപ്പോൾ ഇനി ഇൻഡിപെൻഡന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എക്സാം എഴുതാൻ പോവുകയാണ്. കാഴ്ചകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറഞ്ഞത് 4 വാക്യങ്ങളെങ്കിലും എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? കുട്ടികൾ കളിക്കുന്നുണ്ട്, സ്ത്രീകൾ കൃഷിപ്പണി ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ഇതൊക്കെ എന്ത് ചെയ്യാം? പശു പുല്ല് മേയുന്നു. ഇതൊക്കെ എഴുതാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? വാഹനങ്ങൾ പലതരം, കണ്ടെത്താം, തരംതിരിക്കാം. അവർ യാത്ര പോയപ്പോൾ, നിഹാലും നിഹാരയും യാത്ര പോയപ്പോൾ ഒത്തിരി വാഹനങ്ങൾ കണ്ടു. ആ വാഹനങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെള്ളത്തിലൂടെ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? കരയിലൂടെ, വെള്ളത്തിലൂടെ, ഹെലികോപ്റ്റർ തന്നിട്ടാണ്. അതായത് ഏതൊഴിയാ പോവാ? ആകാശത്തിലൂടെ. അപ്പോൾ കരയിലൂടെ, വെള്ളത്തിലൂടെ, ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളെ തരംതിരിച്ചെഴുതുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ എങ്ങനെയാ വരിക?
കരയിലൂടെ പോകുന്ന ആരൊക്കെയുണ്ട്? ബസ്, ലോറി, സ്കൂട്ടർ, തീവണ്ടി, ഓട്ടോറിക്ഷ. വെള്ളത്തിലൂടെ ആരൊക്കെയുണ്ട്? കപ്പൽ, ബോട്ട്, വഞ്ചി. ആകാശത്തിലൂടെയോ? വിമാനം, ഹെലികോപ്റ്റർ. അപ്പോൾ ഇതുപോലെ തരംതിരിച്ചെഴുതാനായിരുന്നു രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? തെയ് തക തിന്തക തെയ്താര. തെയ്താ തിന്തക തെയ്താര. ഇവിടെ തക്കാളിയെ കുറിച്ചൊരു പാട്ടുണ്ട്. തെയ്താ തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര, ചുവന്ന നിറത്തിൽ തക്കാളി, ഉരുണ്ടിരിക്കും തക്കാളി. അതുപോലെ ദാ ഇവിടെ നൽകിയിട്ടുള്ള പച്ചക്കറികൾക്ക് എഴുതണം. കുമ്പളങ്ങ, പാവയ്ക്ക, പച്ചമുളക്, മത്തങ്ങ. ഇതെങ്ങനെ എഴുതാം? തെയ്താ തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര. ആദ്യം നമുക്ക് കുമ്പളങ്ങ എഴുതാം. വെളുത്ത നിറത്തിൽ കുമ്പളങ്ങ, വലുപ്പമുള്ള കുമ്പളങ്ങ. ഇനി പാവയ്ക്ക എഴുതാം. ഇത് പാവയ്ക്കയില്ലേ? പാവയ്ക്കെന്നോ കൈപ്പയ്ക്കെന്നോ എങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. തെയ്താ തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര, പച്ച നിറത്തിൽ പാവയ്ക്ക, കൈപ്പേറുന്നൊരു പാവയ്ക്ക. ഇനി മുളക് എഴുതാം. മുളക് എങ്ങനെ എഴുതാം? തെയ്താ തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര, പച്ച നിറത്തിൽ പച്ചമുളക്, എരിവേറുന്നൊരു പച്ചമുളക്. ഇനി മത്തങ്ങ എങ്ങനെ എഴുതാം? തെയ്താ തിന്തക തെയ്താര. ഇവിടെ ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ. തെയ്യം തെയ്യാര എന്നായിപ്പോയി. തെയ്താ എന്നാണേ. തെയ്താ തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര, മഞ്ഞ നിറത്തിൽ മത്തങ്ങ, ഉരുണ്ടിരിക്കും മത്തങ്ങ. അപ്പൊ ഒരേ താളത്തിൽ പാടാൻ പറ്റണം. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ. നാലാമത്തെ പ്രവർത്തനം വള്ളിയിലാര് ചെടിയിലാര് തരം തിരിക്കാം. ഇവിടെ വള്ളിയിൽ ഉള്ളതുണ്ട്, ചെടിയിൽ വളരുന്നവയുണ്ട്. മുത്തശ്ശിയുടെ വീട്ടിൽ പോയ നിഹാരയും മുത്തശ്ശിയുടെ കൃഷിത്തോട്ടം കാണാൻ പോയി. കൃഷിത്തോട്ടം കാണാൻ പോയപ്പോൾ അവിടെ വള്ളിയിൽ നിൽക്കുന്ന ചില പച്ചക്കറികൾ ഉണ്ടായിരുന്നു, ചെടിയിൽ നിൽക്കുന്ന ചില പച്ചക്കറികൾ ഉണ്ടായിരുന്നു. അവ ഏതൊക്കെയാണെന്ന് തരംതിരിച്ചെഴുതാനാ പറയുന്നേ. വള്ളിയിൽ ഏതൊക്കെയാണ്? മത്തങ്ങ വള്ളിയിലാണ് ഉണ്ടാകുന്നത്, മത്തൻ. കുമ്പളങ്ങ വള്ളിയിലാണ്. പാവയ്ക്ക വള്ളിയിലാണ് ഉണ്ടാവുന്നത്. വെള്ളരിയും വള്ളിയിലാണ് ഉണ്ടാവുന്നത്. ഇനി ചെടിയിൽ ഉണ്ടാകുന്നവ എന്തൊക്കെയാണ്? മുളക് ചെടിയിലാണ്, തക്കാളി ചെടിയിലാണ്, വഴുതന ചെടിയിലാണ്, വെണ്ട ചെടിയിലുണ്ടാകുന്നവയാണ്. ഇനി ഒരു ഇലക്കറിയുടെ പേരെഴുതുക. ചീര എഴുതാം, മുരിങ്ങ എഴുതാം, നിങ്ങൾ ഇഷ്ടമുള്ളത് എഴുതാട്ടോ. ചീരയായിരിക്കും എല്ലാവരും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ. ഇനി അഞ്ചാമത്തെ ചോദ്യം. ഹലോ പറഞ്ഞത് എന്തെല്ലാം? നിഹാൽ അമ്മയെ ഫോൺ ചെയ്യുക. അവർ പാർക്കിൽ പോയി. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവർ തോട്ടം കാണാൻ പോയ ശേഷം എവിടെയൊക്കെ പോയെന്ന് അറിയാവോ? ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കൊപ്പം അവർ പാർക്കിൽ പോയി, കളിച്ചു, ബോട്ടിങ്ങിന് പോയി, മാജിക് ഷോ കണ്ടു. ഇതെല്ലാം കണ്ടു. തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ അമ്മയെ വിളിക്കുകയാണ്. നിഹാൽ വിളിക്കുകയാണ്. ഹലോ. അപ്പൊ എന്ത് പറയും? മോനെ പറയൂ എന്ന് അമ്മ പറയൂ അല്ലേ? അമ്മ പറയാണ് മോനെ പറയൂ. അപ്പൊ നിഹാൽ പറയാണ് അമ്മേ ഞങ്ങളിന്ന് മുത്തശ്ശിയുടെ കൂടെ തോട്ടത്തിൽ പോയി. അപ്പൊ അമ്മ ആണോ മോനെ? അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? അപ്പൊ നിഹാൽ പറയും പയറ്, പാവയ്ക്ക വള്ളിയിൽ പടർന്നു നിൽക്കുന്ന കണ്ടു. ഇത് നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഇവിടെ ഒരു സെന്റൻസ് കൂടുതലായിട്ട് ടീച്ചർ എഴുതിയിരിക്കുന്ന. അപ്പൊ അമ്മ പറഞ്ഞു മിടുക്കൻ, ചെടിയിലുണ്ടാകുന്ന പച്ചക്കറികൾ കണ്ടോ? ഇത് നിങ്ങൾക്ക് ഒറ്റ സെന്റൻസ് ആക്കാം. പയറും പാവയ്ക്കയും അതുപോലെ എന്താണ് പച്ചക്കറികൾ കണ്ടു, പാർക്കിൽ പോയി, ഇതൊക്കെ പറയും. അപ്പൊ അമ്മ എന്ത് പറയും? ശരി മോനെ, മുത്തശ്ശിയോട് എൻ്റെ അന്വേഷണം പറയണേ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സംഭാഷണം തയ്യാറാക്കാം. സംഭാഷണം എഴുതുക എന്നുള്ളതായിരുന്നു അഞ്ചാമത്തെ പ്രവർത്തനം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നില്ലേ? ഈസി ആയിരുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്.
നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.